ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും മില്യം ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ്സിന് കിടക്കാം. നിഫ്റ്റി രാവിലെ സ്റ്റാർട്ട് ചെയ്തത് നെഗറ്റീവിലാണ് എങ്കിലും ബീഹാർ ഇലക്ഷൻ്റെ ഇമ്പാക്റ്റിൽ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ന് 25,910 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 30 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 135 പോയിൻറ്റ്സ് ഉയർന്ന് 58,517 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 6739 ക്ലോസ് ചെയ്തപ്പോൾ 47 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്ന് 68 പോയിൻറ്റ്സ് ഉയർന്ന് 18,252 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് 11.93 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 84 പോയിൻറ്റ്സ് ഉയർന്ന് 84,562 ക്ലോസ് ചെയ്തിരിക്കുന്നത്. DIIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 8,461 കോടി രൂപയുടെ നെറ്റ് ബൈസ് ആയിരുന്നു, മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ FII ഇന്ന് കനത്ത സെല്ലിംഗ് ഉണ്ടായത്. 4,968 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FII. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,574 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,694 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,875 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,817 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 25,910 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഈ ആഴ്ച ആകെ 418 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് കണ്ടത്. കഴിഞ്ഞ വീക്കെൻഡ് ക്ലോസിംഗ് 25,492 ആയിരുന്നു. അവിടെ നിന്ന് 25,910 എത്തിയപ്പോൾ 418 പോയിൻറ്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി. 1.64 പോയിൻറ്റ്സിൻ്റെ പേഴ്സൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,910 നിൽക്കുമ്പോൾ 9.58% പ്രോഫിറ്റാണ് ഈ വർഷം കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സ് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ നവംബറിൽ 24,131 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,910 നിൽക്കുമ്പോൾ 7.37% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവയുടെ വീക്ക്ലി സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഈ ആഴ്ച 1.11% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 1.50% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 0.98% റാലി നടത്തി. സെൻസെക്സ് 1.62% റാലിയാണ് ഈ ആഴ്ച കാണാൻ സാധിച്ചത്. ഈ ആഴ്ചത്തെ DII-FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും DII ബൈയിലായിരുന്നു. എന്നാൽ FI എല്ലാ ദിവസവും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. DII മാത്രം 24,674 കോടി രൂപ നെറ്റ് ബൈ ആണ് ഈ ആഴ്ച നടത്തിയത്. FII 12,020 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് ഇന്നത് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 27,239 ക്ലോസ് ചെയ്തപ്പോൾ 143 പോയിൻറ്റ്സിന് കുറവുണ്ടായി. നിഫ്റ്റി എനർജി 73 പോയിൻറ്റ്സ് ഉയർന്ന് 36,261 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,491 ക്ലോസ് ചെയ്തപ്പോൾ 95 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 55,560 ക്ലോസ് ചെയ്തപ്പോൾ 317 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,871 ക്ലോസ് ചെയ്തപ്പോൾ 62 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 18 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 9619 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 378 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 36,301 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1479 ക്ലോസ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ 10,494 ക്ലോസ് ചെയ്തപ്പോൾ 93 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 12,190 ക്ലോസ് ചെയ്തപ്പോൾ 13 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 22,821 ക്ലോസ് ചെയ്തപ്പോൾ 134 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി PSU ബാങ്കിൽ നിന്ന് എബോവ് 1% റാലിയാണ് കണ്ടത്. 96 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 8399 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 941 ക്ലോസ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ലോസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇടിവ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT എബോവ് 1% ഫോളെന്ന് കണ്ടു. സെക്ടർ വൈസ് ഇൻഡെക്സ് ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ 1.72% റാലി നടത്തി. നിഫ്റ്റി എനർജി 1.32% റാലി നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 0.93%. നിഫ്റ്റി FMCG 0.22%. നിഫ്റ്റി ഹെൽത്ത് കെയർ 1.49%. നിഫ്റ്റി ഇൻഫ്ര 2.40%. നിഫ്റ്റി IT 3.37% റാലി നടത്തിയപ്പോൾ നിഫ്റ്റി മീഡിയ
0.67% ഫോള് കണ്ടു. നിഫ്റ്റി മെറ്റൽ 0.65% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 1.62% റാലി നടത്തി. നിഫ്റ്റി ഫാർമ 2.94% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 0.57% റാലി നടത്തി. എന്നാൽ നിഫ്റ്റി റിയാലിറ്റി 0.55% ഫോളാണ് കണ്ടത്. ഈ ആഴ്ചത്തെ വീക്ക്ലി സമ്മറി ഡീറ്റെയിൽസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1260 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1590 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റേണൽ 2.02% റാലി നടത്തി. ഭാരത് ഇലക്ട്രിക് 1.68% റാലി നടത്തി. SBI 1.45%, ജിയോ ഫിനാൻസ് 1.35%, ആക്സിസ് ബാങ്ക് 1.34%, ബജാജ് ഫിനാൻസ് 1.30%, അദാനി എൻ്റർപ്രൈസ് 1.15%, സൺ ഫാർമ 1.13% ആൻഡ് കോൾ ഇന്ത്യ 0.98% റാലിയാണ് കണ്ടത്. ലൂസേഴ്സിനോ കഴിഞ്ഞ് ഇൻഫോസിസ് 2.53% ഫോളോ കണ്ടു. ഏഷ്യ മോട്ടോഴ്സ് 2.33% ഫോളോ നടത്തി. TMPV 1.70%, JSW Steel 1.36%, Tata Steel 1.35%, ONGC 1.30%, HDFC Life 1.09%, Hindalco 1.02%, ICICI Bank 0.93% ആൻഡ് ടെക് മഹീന്ദ്ര 0.84% ഫോളാണ് കണ്ടത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.